കപ്പ എന്ന വാക്കിന് മലയാളത്തിൽ മരച്ചീനി എന്നാണ് അർത്ഥം. എന്നാൽ കപ്പ എന്ന് പറയുന്ന വാക്കിന് തെലുങ്കിൽ തവള എന്നാണ് അർത്ഥം. അപ്പോൾ രണ്ട് ദേശത്ത്, രണ്ട് സംസ്കാരത്തിൽ, രണ്ട് തരത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഒരേ വാക്കിന് തന്നെ പല അർത്ഥങ്ങളുണ്ടാകാം. അപ്പോൾ തെലുങ്കിലെ ഒരു വ്യക്തിയെയും മലയാളിയായ ഒരു വ്യക്തിയെയും പിടിച്ചിരുത്തിയിട്ട് കപ്പയുടെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും മലയാളി വരയ്ക്കുന്നത് മരച്ചീനിയുടെ പടമായിരിക്കും, തെലുങ്കുകാരൻ വരയ്ക്കുന്നത് തവളയുടെ പടമായിരിക്കും. ഇനി തെലുങ്ക് അറിയാത്ത ഒരു മലയാളിയോട് ഒരു തെലുങ്കൻ ഇങ്ങനെ ചോദിക്കുന്നെന്നിരിക്കട്ടെ, ഡു യു വാണ്ട് കപ്പ എന്ന് ചോദിച്ചാൽ മലയാളി തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് എന്നോട് മരിച്ചിനി വേണമോ എന്ന് ചോദിക്കുന്നതായിട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും മറ്റു ഭാഷകളിൽ ഈ വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഉള്ള ആ വാക്കിനെ ആയിരിക്കും, ആ കാര്യത്തെ ആയിരിക്കും ആ വാക്ക് കൊണ്ട് എപ്പോഴും ഉദ്ദേശിക്കുന്നത്. ഇനി മലയാളവും തെലുങ്കും അറിയാവുന്ന ഒരു മലയാളിയും ഒരു തെലുങ്കനും, രണ്ടു പേർക്കും മലയാളവും അറിയാം, തെലുങ്കും അറിയാം. അവർ പരസ്പരം സംസാരിക്കുമ്പോൾ തെലുങ്കൻ ചോദിക്കുകയാണ്, ഡു യു വാണ്ട് കപ്പ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദിക്കുന്ന സന്ദർഭവും ചോദിക്കുന്ന കാര്യത്തിലെ ആശയം വെച്ചിട്ട് ആ മലയാളി തീരുമാനിക്കും ഇപ്പോൾ അദ്ദേഹം കപ്പ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മരച്ചീനിയെയാണോ തവളയാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് ദൈവം എന്ന് പറയുന്ന വാക്കിൻ്റെ പിന്നിലുള്ള ആശയവും. ഓരോ രാജ്യത്ത്, ഓരോ സംസ്കാരത്തിൽ, ഓരോരോ വ്യക്തികളും ദൈവം എന്ന് പറയുന്ന വാക്കിൻ്റെ പിന്നിൽ അവരുദ്ദേശിക്കുന്നത് പലതാകാം, പല ആശയങ്ങളാകാം. പക്ഷെ നമുക്കിനി വേണ്ടത് ഈ ഭാഷയുടെ വൈരുദ്ധ്യം ഉള്ളതുകൊണ്ട്, ഇപ്പോൾ കപ്പയുടെ കാര്യം പറഞ്ഞതുപോലെ കപ്പ എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ എന്നതാണ്, തെലുങ്കിൽ എന്നതാണ്, തമിഴിൽ എന്നതാണ്, ഹിന്ദിയിൽ എന്നതാണ്, ഉറുദുവിൽ എന്നതാണ്, പല അർത്ഥങ്ങൾ ഒരേ വാക്കിലുണ്ടാകാം. സോ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു കോമൺ ലാംഗ്വേജ് എല്ലാവരും പഠിക്കണമെന്ന് നിഷ്കർഷിക്കുന്നത്. അപ്പോൾ ഏത് ഭാഷക്കാരാണെങ്കിലും ഏത് സംസ്കാരത്തിലുള്ളവരാണെങ്കിലും ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്തുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന വാക്ക് കോമൺ ആയിരിക്കും, ഒരിക്കലും കൺഫ്യൂഷൻ വരാനായിട്ടുള്ള സാധ്യതയില്ല. എന്ന് പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ടുള്ള തലമുറയിൽ ദൈവം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിന് വളരെ കൃത്യമായ വ്യക്തമായ ഒരു ആൻസർ ഉണ്ടാകണം. പ്രാദേശികമായ സംസ്കാരത്തിലും വിശ്വാസ പ്രമാണങ്ങളിലും നിലനിൽക്കുന്ന വൈരുദ്ധ്യതകളെല്ലാം മാറ്റിയിട്ട് ദൈവമെന്ന് പറയുന്ന ആ വാക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു അർത്ഥതലം, കോമൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ശരിക്കും ആ വാക്കിൻ്റെ പിന്നിലുള്ള ആ ശരിക്കുമുള്ള സത്യം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റണം. അപ്പോൾ ദൈവം, ഈശ്വരൻ, പടച്ചോൻ, ഉടയതമ്പുരാൻ, ഇങ്ങനെ പല പേരുകളിൽ ആ വ്യക്തിയെ നമ്മൾ അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒറ്റ വാക്കിലേക്ക്, ഇഫ് പോസിബിൾ നമുക്ക് ഇംഗ്ലീഷ് വാക്ക് തന്നെ എടുക്കാം, ഗാഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ദൈവിക കൺസെപ്റ്റുകളെല്ലാം ഏകീഭവിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ മീനിങ് എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ നമുക്കൊരു ഡെഫിനിഷൻ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ വിഭിന്നതകൾ മാറും, കലഹങ്ങൾ മാറും, ചേരിതിരിഞ്ഞുള്ള യുദ്ധങ്ങൾ മാറും. എൻ്റെ വിശ്വാസമാണ് ശരി, നിൻ്റെ വിശ്വാസമാണ് ശരി, എൻ്റെ ദൈവമാണ് ശരി, നിൻ്റെ ദൈവമാണ് ശരി എന്നുള്ള ആ ഒരു സ്പർദ്ധ മാറും. എല്ലാവരും ആ ഒരു സങ്കല്പത്തിനകത്തേക്ക് കോമൺ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതിന് ഒരു ഉപാധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിരിക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോൾട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിൽ പോയി അല്ല എടുത്ത് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിനകത്ത് സാൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതായിരിക്കും എടുത്ത് കൊടുക്കുക, റൈറ്റ്? അതുപോലെ ഒരാൾ വന്നിട്ട് എനിക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അടുത്ത വീട്ടിലേക്ക് ഓടാറില്ല, നമ്മുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാറുണ്ട്. സോ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പം പറഞ്ഞ, അമ്മ പറഞ്ഞ, എൻ്റെ സഹോദരന്മാർ പറഞ്ഞ, എൻ്റെ ബന്ധുക്കൾ പറഞ്ഞ, എൻ്റെ സമൂഹം പറഞ്ഞ ദൈവത്തെ അല്ല ഞാൻ അന്വേഷിച്ച് പോകേണ്ടത്. എന്നിലുള്ള ദൈവത്തെ ഞാൻ ആദ്യം കണ്ടെത്തണം. എന്നിലുള്ള ദൈവത്തെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വിഭാഗീയതകൾ മാറിപ്പോകും. സോ എപ്പോഴും
ദൈവത്തെ എന്നിൽ കണ്ടെത്താനായി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മളിന്ന് സ്പിരിച്വൽ ഐക്കോൺസ് എന്ന് പറയുന്ന ഏത് വ്യക്തി എടുത്താലും, അത് ബുദ്ധനാകട്ടെ, അത് ശ്രീരാമനാകട്ടെ, അത് ശ്രീകൃഷ്ണനാകട്ടെ, അത് ജീസസ് ക്രൈസ്റ്റ് ആകട്ടെ, അത് മുഹമ്മദ് നബി ആകട്ടെ, അത് വിവേകാനന്ദനാകട്ടെ, ശ്രീനാരായണ ഗുരു ആകട്ടെ, ഇവരെല്ലാം വിരൽ ചൂണ്ടിയത് ഒരു പോയിന്റിലേക്കാണ്. കാരണം അവരിലൂടെ ആ ദൈവമെന്ന് പറയുന്ന കാര്യത്തെ കണ്ടെത്തി. പക്ഷെ നമുക്കുള്ള പ്രശ്നം, എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത്, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്, എൻ്റെ സമൂഹം എന്നെ പഠിപ്പിച്ചത്, എൻ്റെ മതം എന്നെ പഠിപ്പിച്ചത്, ഞാൻ അതിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവം ആരാണെന്ന് എനിക്ക് ബോധമില്ല. കാരണം ഞാൻ കിട്ടിയ അറിവിനെ ബേസ് ചെയ്ത് ഈ കപ്പ എന്ന് പറഞ്ഞതുപോലെ കിടക്കുക. എനിക്ക് കിട്ടിയതിനെ ബേസ് ചെയ്ത് കിടക്കുക, അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ദൈവം എന്താണെന്ന് തർക്കിക്കുകയും വാദിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആ ദൈവത്തെ കണ്ടെത്തിയിട്ടുണ്ടോ, നിങ്ങൾ ആ ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആ ദൈവത്തെ ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ആ പോയിന്റിലേക്ക് വരണം. അതിന് ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന ദൈവഭാവത്തെ തിരിച്ചറിഞ്ഞ് അതിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചാൽ മാത്രമേ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനകത്തേക്ക് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും വിഘടിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴിയും പബ്ലിക്കിലെ ട്രെയിനിങ് വഴിയും സെമിനാറുകൾ വഴിയും ക്യാമ്പുകൾ വഴിയൊക്കെ ഞാൻ ശ്രമിക്കുന്നത്, എനിക്ക് ദൈവത്തെ കണ്ടെത്താനും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞതുപോലെ എൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ ആ ക്യാപ്പബിലിറ്റി ആ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിക്ക് ആ വ്യക്തിയിലിരിക്കുന്ന ദൈവഭാവത്തെ കണ്ടെത്താൻ, ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ ഞാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കും. അതിൽ നിന്നുകൊണ്ട് ആ വ്യക്തി അത് ആസ്വദിക്കും, ആ വ്യക്തി ആ ദൈവവുമായി സംവാദിക്കും, ആ വ്യക്തിക്ക് ശരിക്കും ആ ദൈവിക അനുഭവം ഉണ്ടാകും, അനുഭൂതി ഉണ്ടാകും. അപ്പോൾ പിന്നെ ഡെഫിനിഷൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ അനുഭവിച്ച അതേ കാര്യം ആ വ്യക്തിയും അനുഭവിക്കും. ഇല്ലേ? ഉപ്പ് ഞാൻ തിന്നാലും നിങ്ങൾ തിന്നാലും ഒരേ രുചിയാണ്, ഒരേ ഭാവമാണ്. നാരങ്ങ നീര് ഞാൻ കുടിച്ചാലും നിങ്ങൾ കുടിച്ചാലും ഒരേ രുചിയാണ്. കാരണം അതിൻ്റെ രുചിയെ മാറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ ദൈവമെന്ന് പറയുന്ന ആ വ്യക്തിയെ ഞാൻ അനുഭവിച്ചാലും നിങ്ങൾ അനുഭവിച്ചാലും അതിന് ഒരേ ആസ്വാദനം, ഒരേ അനുഭൂതി തന്നെയാണ്. എക്സ്പ്രഷനിൽ നമ്മൾ കാണിക്കുന്ന എക്സ്പ്രഷനിൽ വ്യത്യാസം വരുമായിരിക്കും. നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ നാവിലേക്ക് ഇച്ചിരി നാരങ്ങ നീര് ഇറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞ് കാണിക്കുന്ന എക്സ്പ്രഷൻ വ്യത്യാസമുണ്ടാകും, നമ്മൾ കാണിക്കുന്ന എക്സ്പ്രഷനിൽ വ്യത്യാസമുണ്ടാകും. സോ ആ എക്സ്പ്രഷനിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം, രുചി സെയിം തന്നെയായിരിക്കും. സോ അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനായി, ദൈവത്തെ ആസ്വദിക്കുവാനായി ഓരോ വ്യക്തിയും ആ വ്യക്തിയിലേക്ക് തന്നെ തിരിയേണ്ടത് അത്യന്താപേക്ഷിതം.